കോഴിക്കോട് ജില്ലയിൽ കൂടരഞ്ഞിക്കടുത്ത് കൂട്ടക്കരയിലുള്ള സ്രാമ്പിക്കൽ മറ്റത്തിൽ എം.ജെ. ചെറിയാൻ്റെ വീടാണിത്. ഈ വീട് സ്ഥിതി ചെയ്യുന്നത് കൂടരഞ്ഞിയിൽ നിന്നും തോട്ടുമുക്കം പോകുന്ന വഴി 1 കിലോമീറ്റർ വന്നു കഴിയുമ്പോൾ കൂട്ടക്കര വരും. കൂട്ടക്കരയിൽ നിന്നും കൊമ്മയ്ക്ക് പോകുന്ന വഴി 150 മീറ്റർ വന്നു കഴിയുമ്പോഴാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. നമസ്കാരം. സ്രാമ്പിക്കൽ കുടുംബാംഗങ്ങളെ പരിചയപ്പെടുത്തുന്ന ഈ പരമ്പരയിൽ നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് കോഴിക്കോട് ജില്ലയിൽ കൂടരഞ്ഞിക്കടുത്തുള്ള കൂട്ടക്കര എന്ന സ്ഥലത്ത് താമസിക്കുന്ന സ്രാമ്പിക്കൽ മറ്റത്തിൽ എം.ജെ. ചെറിയാനെയും ഇളയ മകൻ ബോബി ചെറിയാനെയും കുടുംബത്തെയുമാണ്. ഇദ്ദേഹത്തിൻ്റെ ഒരു പൂർവ്വ ചരിത്രം പറഞ്ഞു കഴിഞ്ഞാൽ, മറ്റത്തിൽ നിന്നും പാറേക്കുടിയിൽ ആയ മിഖായേൽ, അദ്ദേഹത്തിന് 9 മക്കളാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ ആൺമക്കളിൽ 5ാമത്തെ ആളാണ് മേലുകാവ് മറ്റത്ത് വെള്ളാത്തൊട്ടിയിൽ താമസിച്ച ശ്രീ ഔസേപ്പ്. ഔസേപ്പിന് 10 മക്കളാണ് ഉണ്ടായിരുന്നത്. അതിൽ 7ാമത്തെ മകനാണ് എം.ജെ. ചെറിയാൻ. എം.ജെ. ചെറിയാനെയും കുടുംബത്തെയുമാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. നമസ്കാരം. ചാച്ചന്റെ പേര്? എൻ്റെ പേര് ചെറിയാൻ. ചെറിയാൻ എന്നാണ്. ചാച്ചന് ഇപ്പൊ എത്ര വയസ്സുണ്ട്? എനിക്ക് 87. 87 വയസ്സുണ്ട്. ഇപ്പൊ താമസിക്കുന്ന ഈ സ്ഥലത്തിന്റെ പേരെന്താ? കൂട്ടക്കര എന്ന് പറയും. കൂട്ടക്കര എന്ന് പറയും. കൂടരഞ്ഞിക്കടുത്ത് കൂട്ടക്കര എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. ഈ കൂട്ടക്കര വന്ന് താമസിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? ഇപ്പം 72 കൊല്ലമായി. 72 കൊല്ലമായിട്ട് കൂട്ടക്കര എന്ന സ്ഥലത്താണ് വന്ന് താമസിക്കുന്നത്. അല്ല, എൻ്റെ ഇവിടെ താമസം ഞാൻ 72-ലാണ് ഇങ്ങോട്ട് വരുന്നത്. തറവാട്ടിലെ തറവാട്ടിലാണ്. അവിടെ വന്നിട്ട് 72 ഫാദറും ഒക്കെ ആയിട്ടാണോ ഈ കൂടരഞ്ഞിക്ക് വരുന്നത്? അതെ. ഫാദറും ഒന്നും കൂടെ ആദ്യം വന്ന് സ്ഥലമൊക്കെ എടുത്തു. അത് കഴിഞ്ഞ 1 കൊല്ലം 2 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഞങ്ങളൊക്കെ 48 അവിടെ വന്ന സ്ഥലമൊക്കെ എടുത്ത് സ്ഥലമൊക്കെ എടുത്തിരിക്കുന്നത്. 51ലേക്ക് ഫാമിലിയോട്ട് എല്ലാവരും കൂടെ പോരുന്നത്. അങ്ങനെ നാട്ടിൽ നിന്ന് ഏത് സ്ഥലത്തു നിന്നാണ് പോകുന്നത്? മേലുകാവ് എന്ന് പറയും. മേലുകാവ് മറ്റം എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. നിങ്ങൾ പോരുന്നത്. അതെ. അപ്പോൾ വിവാഹം കഴിച്ച സഹോദരന്മാരുണ്ടായിരുന്നോ? 3 പേരുണ്ടായിരുന്നു. 3 പേര് വിവാഹം കഴിച്ചവരായിരുന്നു. ചാച്ചന്റെ ഭാര്യയുടെ പേരെന്താ? മേരി. മേരിയുടെ വീട് എവിടെയായിരുന്നു? കണ്ണോത്ത് എന്ന സ്ഥലത്താണ്. വീട്ടുപേര്? കോമത്ത് എന്നാണ് വീട്ടുപേര്. അവരുടെ മാതാപിതാക്കന്മാരുടെ പേര്? അച്ഛന്റെ പേര് പിന്നെ ഐപ്പ് എന്നാണ്. പേര് അന്ന എന്നാണ്. അമ്മയുടെ വീട് എവിടെയാണ്? അമ്മയുടെ വീട് കരിമണ്ണൂർ. തൊടുപുഴയ്ക്കടുത്ത് കരിമണ്ണൂരായിരുന്നു. വീട്ടുപേര്? കക്കുഴി. നിങ്ങൾക്ക് എത്ര മക്കളുണ്ടായിരുന്നു? എനിക്കോ? എനിക്ക് 8 മക്കൾ. 8 മക്കളാണുള്ളത്. അതിലെ ഏറ്റവും ഇളയ മകനാണ് നമ്മുടെ ഒപ്പം ഉള്ളത്. പേരെന്തായിരുന്നു? ബോബി എന്നാണ് പേര്. ബോബി എന്ത് ചെയ്യുന്നു? സ്കൂളിൽ വർക്ക് ചെയ്യുന്നു. സ്കൂളില് അധ്യാപകനാണ്. ഫിസിക്കൽ എഡ്യൂക്കേഷന്റെ അധ്യാപകനാണ്. ഏത് സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്? വെറ്റിലപ്പാറ ഹോളി ക്രോസ് സ്കൂളിലെ മലപ്പുറം ജില്ല ഫിസിക്കൽ എഡ്യൂക്കേഷന്റെ അധ്യാപകനാണ്. എത്ര വർഷമായിട്ട് സ്കൂളിൽ കൈ അധ്യാപകനായിട്ട്? അവിടെ 6 വർഷമായി. 6 വർഷമായിട്ട് അവിടെ മറ്റു സ്കൂളുകളുണ്ടായിരുന്നു. അപ്പൊ ഏതാണ് പഠിച്ചത്? എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ? CPED കഴിഞ്ഞതിന് ശേഷമാണ് കൈ അധ്യാപകനായിട്ട് വിവിധ സ്കൂളുകളിൽ ജോലി ചെയ്യുന്നത്. അപ്പോൾ പഠിച്ചിരുന്ന കാലത്ത് കായികമായിട്ടുള്ള മേഖലയിൽ ഒത്തിരി ബാസ്കറ്റ്ബോൾ സ്റ്റേറ്റിലൊക്കെ പോയി കളിച്ചിട്ടുണ്ടോ? സ്റ്റേറ്റ് ടീമിന് വേണ്ടി കളിച്ചിട്ടുണ്ടോ? സ്റ്റേറ്റ് ടീമിന് വേണ്ടിയിട്ട് കളിച്ചിട്ടുണ്ട്. വേറെ ഇവിടുത്തെ മക്കൾ എല്ലാവരും തന്നെ ബാസ്കറ്റ്ബോൾ പ്ലേയേഴ്സ് ആണ്. സഹോദരങ്ങൾ എല്ലാവരും തന്നെ. നിങ്ങൾ എത്ര മക്കളായിരുന്നു? ഞങ്ങൾ 8 പേരാണ്. അതിനകത്ത് 6 ആണ് 2 പെണ്ണുങ്ങൾ. പെണ്ണുങ്ങൾ ഉൾപ്പെടെ ബാസ്കറ്റ്ബോൾ പ്ലേയേഴ്സ് ആണ്. മൂത്ത ആള് മാത്രം അവിടെ ഇന്ത്യൻ പ്ലെയർ ആണ്. മൂത്തയാള്. ബാക്കി എല്ലാവരും സ്റ്റേറ്റിലും നാഷണലും കളിച്ച ആൾക്കാരാണ്. സഹോദരങ്ങൾ എല്ലാവരും തന്നെ. ബോബിയുടെ മൂത്തയാള് ജീവിരാജ സ്കൂളിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. ബോബിയുടെ ഭാര്യയുടെ പേര് ആഗ്നസ് എന്നാണ്. ആഗ്നസിന്റെ വീട് എവിടെയാണ്? കുന്നമംഗലം, കോഴിക്കോട് ജില്ലയിലെ കുന്നമംഗലം എന്ന സ്ഥലത്താണ്. വീട്ടുപേര്? നെല്ലരികിൽ. അവരുടെ മാതാപിതാക്കളുടെ പേര്? അന്നക്കുട്ടി, ജെയിംസ്. ഫാദർ മരിച്ചുപോയി. അമ്മ ജീവിച്ചിരിപ്പുണ്ട്. അന്നക്കുട്ടി എന്നാണ് പേര്. അവർക്ക് 3 പിള്ളേരുണ്ട്. അവർക്ക് 3 മക്കളാണ്. അതായത് ഭാര്യയുടെ
രണ്ടാണും ഒരു പെണ്ണ്. ഒരു പെണ്ണും. നിങ്ങൾക്ക് എത്ര കുട്ടികളാണുള്ളത്? എനിക്ക് 2 പിള്ളേർ. 2 പേരാണുള്ളത്. അവർ എത്രാം ക്ലാസ് വരെയായി? മൂത്തയാൾ 5ലും രണ്ടാമത്തെ ആൾ 4ലേക്ക്. മൂത്തയാള് 5ാം ക്ലാസ്സിലും 5ലേക്കും 5ലേക്ക്, രണ്ടാമത്തെ ആള് 4ാം ക്ലാസ്സിലേക്കുമാണ് കയറുന്നത്. അവരുടെ പേര്? ബിനീറ്റ. മൂത്തയാൾ ബിനീറ്റ്, മൂത്തയാൾ ബിനീറ്റ, രണ്ടാമത്തെ ആൾ അൽബീന. അൽബീന. അങ്ങനെ 2 പെൺകുട്ടികളാണ് പെൺകുട്ടികളാണ് ഉള്ളത്. അവരേത് സ്കൂളിലാണ് പഠിക്കുന്നത്? അത് പള്ളോട്ടി ഹിൽ പബ്ലിക് സ്കൂൾ. പള്ളോട്ടി പബ്ലിക് സ്കൂളിലാണ്, മുക്കത്തുള്ള പള്ളോട്ടി പബ്ലിക് സ്കൂളിലാണ് അവർ പഠിക്കുന്നത്. വൈഫും അവിടെ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുകയാണ്. സെയിം സ്കൂളിൽ തന്നെ ടീച്ചറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ചാച്ചന്റെ അപ്പന്റെ പേരെന്തായിരുന്നു? അപ്പൻ്റെ പേര് ജോസഫ്. ജോസഫ് എന്നാണ്. അമ്മയുടെ പേര്? മറിയം. മറിയം. അമ്മയുടെ വീട് എവിടെയായിരുന്നു? അമ്മയുടെ കയ്യൂര്. കയ്യൂര്. വീട്ടുപേര്? പിന്നെ പാറപ്ലാക്കൽ. പാറപ്ലാക്കൽ എന്നാണ് വീട്ടുപേര്. നിങ്ങൾ എത്ര മക്കളാണ്? ഞങ്ങള് 10 മക്കള്. 10 മക്കളാണ്. എത്രയാണ്? എത്ര പെണ്ണുണ്ട്? 8 ആണും 2 പെണ്ണുങ്ങളും. 8 ആണും 2 പെണ്ണും. അതിനകത്ത് ഏറ്റവും മൂത്തതാരാ? മൈക്കിൾ. മൈക്കിൾ. മൈക്കിളിന്റെ ഭാര്യയുടെ പേര്? അന്ന. അന്ന. വീട്ടുപേര്? വല്ലനാട്ട്. വല്ലനാട്ട്. സ്ഥലം? മേലുകാവ് തന്നെ. മേലുകാവ് തന്നെയാണ് അവരുടെ സ്ഥലം. അവർക്ക് എത്ര മക്കളുണ്ട്? അവർക്ക് 10 മക്കള്. 10 മക്കളാണ് ഉള്ളത്. അതിന് താഴെയുള്ളത്? മൈക്കിളിന് താഴെയുള്ള? കുര്യാക്കോസ്. കുര്യാക്കോസ്. കുര്യാക്കോസിന്റെ ഭാര്യയുടെ പേര്? മറിയ. മറിയ. വീട്ടുപേര്? ചുവലിക്കുടി. ചുവലിക്കുടി. സ്ഥലം? മേരിലാൻഡ്. മേരിലാൻഡ്. ചുവലിക്കുടി കുടുംബാംഗമാണ്. അവർക്ക് എത്ര മക്കളുണ്ട്? അവർക്ക് 7 മക്കള്. 7 മക്കളാണ് ഉള്ളത്. അതിന്റെ ഇളയത്? ജോസഫ്. ജോസഫ്. ജോസഫിന്റെ ഭാര്യയുടെ പേര്? മറിയാം. മറിയം. മറിയാമ്മ. മറിയാമ്മ. അവരുടെ വീട്ടുപേര്? അടയ്ക്കാപ്പാറ. അടയ്ക്കാപ്പാറ. സ്ഥലം? പ്രൈസ് മൗണ്ട്. പ്രൈസ് മൗണ്ട്. അവർക്ക് എത്ര മക്കളുണ്ട്? അവർക്ക് 10 മക്കള്. 10 മക്കളുണ്ട്. അതിന്റെ ഇളയത്? എൻ്റെ ഇളയത് പിന്നെ മത്തച്ചൻ. മാത്യു. മാത്യു എന്ന് വിളിക്കുന്ന മത്തച്ഛനാണ്. അവർക്ക് ഭാര്യയുടെ പേര്? തങ്കമ്മ. തങ്കമ്മ. തങ്കമ്മയുടെ വീട്? പനന്തോട്ടം. പനന്തോട്ടം എന്നാണ് വീട്ടുപേര്. സ്ഥലം? തിരുവമ്പാടി. തിരുവമ്പാടി. പനന്തോട്ടത്ത് കുടുംബാംഗമാണ്. അവർക്ക് എത്ര മക്കളുണ്ട്? അവർക്ക് 7 മക്കള്. 7 മക്കളാണ് ഉള്ളത്. അതിന്റെ ഇളയത്? എൻ്റെ ഇളയത് ദേവസ്യ. ദേവസ്യ. ദേവസ്യയുടെ ഭാര്യയുടെ പേര്? മേരി. മേരി. മേരിയുടെ വീട്ടുപേര്? മംഗലത്തിൽ. മംഗലത്തിൽ. സ്ഥലം? കൂടരഞ്ഞി. കൂടരഞ്ഞി. അവർക്ക് എത്ര മക്കളുണ്ട്? 7 മക്കള്. 7 മക്കളാണുള്ളത്. അതിന്റെ ഇളയത് ആരാണ്? എൻ്റെ ഇളയത് തന്നെയാണ്. ചാച്ചന്റെ തൊട്ട് താഴെയുള്ളത് ഇളയത്? തൊമ്മച്ചൻ. തൊമ്മച്ചൻ. തൊമ്മച്ചന്റെ ഭാര്യയുടെ പേര്? മേരി. മേരി. മേരിയുടെ വീട് എവിടെയാണ്? ഇവിടെ കൂടരഞ്ഞി. കൂടരഞ്ഞി. വീട്ടുപേര്? പഴൂര്. പഴൂര്. കുടുംബാംഗമാണ്. ഇനി സഹോദരിമാരുണ്ട് അല്ലേ? സഹോദരിമാരില് മൂത്തതാരാണ്? കുഞ്ഞേലി. കുഞ്ഞേലി. കുഞ്ഞേലിയുടെ വീട് എവിടെയാണ് വിവാഹം ചെയ്തിരിക്കുന്നത്? അവര് ചിറ്റാരിക്കാര്. തയ്യിൽ. ചിറ്റാരിക്കാല് തയ്യൽ കുടുംബത്തിലേക്കാണ് വിവാഹം ചെയ്തിരിക്കുന്നത്. ഭർത്താവിന്റെ പേര്? ജോസഫ്. ജോസഫ്. അതിന് താഴെയുള്ളത്? എൻ്റെ ഉള്ളത് പിന്നെ അന്നക്കുട്ടി. അന്നക്കുട്ടി. അന്നക്കുട്ടിയെ എവിടേക്ക് വിവാഹം ചെയ്തിരിക്കുന്നത്? തേക്കുംകുറ്റി കാക്കക്കുട്ടിന്. തേക്കുംകുറ്റി കാക്കക്കുട്ടി കുടുംബത്തിലേക്കാണ് വിവാഹം ചെയ്തിരിക്കുന്നത്. അവരുടെ വീട്ടുപേര്? കാക്കക്കുട്ടിൽ നിന്നാണ്. അവരുടെ ഭർത്താവിന്റെ പേര്? ഫ്രാൻസിസ്. ഫ്രാൻസിസ് ആണ്. അവർക്ക് എത്ര മക്കളുണ്ട്? അവര് 3 മക്കള്. 3 മക്കളാണ് ഉള്ളത്. ബോബി, നിങ്ങൾ എത്ര മക്കളായിരുന്നു? ഞങ്ങൾ 8 പേര്. 8 സഹോദരങ്ങളായിരുന്നു. ഞങ്ങൾ 6 ആണും 2 പെണ്ണുങ്ങളുമാണ് ഉള്ളത്. അതിൽ ഏറ്റവും മൂത്തത് ആരാണ്? മൂത്തത് PC ജോസഫ് എന്ന് പറയും. PC ജോസഫ്. യുകെയിലാണ്. സെറ്റിൽഡാണ്. ഫാമിലിയെല്ലാം സെറ്റിൽഡാണ്. 2 പിള്ളേരുണ്ട്. 2 കുട്ടികളാണുള്ളത്. ഭാര്യയുടെ പേര്? സാൽജി. സാൽജി എന്നാണ് ഭാര്യയുടെ പേര്. വീട്ടുപേര്? കൊല്ലമാട്ട് ഇരിട്ടി. ഇരിട്ടി കൊല്ലമാട്ട് കുടുംബാംഗമാണ്. അവർക്ക് 2 കുട്ടികളാണ് ഉള്ളത്. കുട്ടികളുടെ പേര്? മൂത്തത് ജയ്ക്കും, രണ്ടാമത്തെ ജോഹാനും. അങ്ങനെ 2 കുട്ടികളാണ്. അവര് നിങ്ങളെ ഫാമിലി മെമ്പേഴ്സ് എല്ലാം ബാസ്കറ്റ്ബോൾ പ്ലേയേഴ്സ് ആണ്. അദ്ദേഹം ഏത് ലെവൽ വരെ ബാസ്കറ്റ്ബോൾ? ജീവിരാജ NIS കോച്ചാണ്. ജീവിരാജ NIS കോച്ചാണ്. ജീവിരാജ ക്യാമ്പ് എടുത്തോണ്ടിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് പുള്ളി അവിടുന്ന് പോയിട്ട് ഇപ്പോൾ യുകെയിൽ സെറ്റിൽഡ് ആണ്. അദ്ദേഹം ബാസ്കറ്റ്ബോൾ പ്ലെയർ എന്നുള്ള നിലയിൽ സ്റ്റേറ്റ് നാഷണൽ കളിച്ചിട്ടുണ്ട്. സ്റ്റേറ്റ് ടീമിന് വേണ്ടിയിട്ട് നാഷണൽ ലെവലിൽ കളിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഇളയത്? തോമസ് എവിടെയാണ് താമസിക്കുന്നത്? പുള്ളി കോഴിക്കോടാണ് താമസിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര്? നിഷയുടെ വീട്? തിരുവമ്പാടി പെണ്ണാവറമ്പിൽ കുടുംബാംഗമാണ്. തിരുവമ്പാടി പെണ്ണാവറമ്പിൽ കുടുംബാംഗമാണ്. അവരുടെ കുട്ടികളുടെ പേര്? 2 പിള്ളേരാണ്. ഒരാണും ഒരു പെണ്ണും. മൂത്തയാള്
ജേക്കബും മറ്റേ നിറഞ്ഞു. മിറനും അങ്ങനെ 2 കുട്ടികളാണ് അവർക്കുള്ളത്. അദ്ദേഹവും ബാസ്കറ്റ്ബോൾ പ്ലെയർ ആണ്. സ്റ്റേറ്റിന് വേണ്ടിയിട്ടാണ്. സ്റ്റേറ്റിന്റെ പ്ലെയർ ആണ്. കസ്റ്റം ടീം കളിച്ചോണ്ടിരുന്നത്. സ്റ്റേറ്റിന്റെ പ്ലെയർ ആണ്. കസ്റ്റംസ് ടീമിന് വേണ്ടിയിട്ട് കസ്റ്റംസിലാണ് പുള്ളി. കസ്റ്റംസിലായിരുന്നു. ഇപ്പോഴും അത് തന്നെ കസ്റ്റംസിൽ സൂപ്രണ്ടാണ്. കസ്റ്റംസ് ടീമിന് വേണ്ടിയിട്ട് കളിച്ചോണ്ടിരുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ ഇളയത് ബിജു. പുള്ളി ബാംഗ്ലൂരാണ്. ബിജു ബാംഗ്ലൂരാണ്. ബിസിനസ് ആണ്. ബിജുവിന്റെ ഭാര്യയുടെ പേര് ഷെല്ലി. ഷെല്ലിയുടെ വീട്ടുപേര് നെല്ലിക്കത്തെരുവിൽ. വീട് കൂടരഞ്ഞി നെല്ലിക്കത്തെരുവിൽ കുടുംബാംഗമാണ്. അവർക്ക് എത്ര മക്കളാണ്? ഒരാണും ഒരു പെണ്ണും. മൂത്തയാള് അമൻ. രണ്ടാമത്തെ ആള് വലോഷ്യ. അങ്ങനെ 2 കുട്ടികളാണ് അവർക്കുള്ളത്. അദ്ദേഹം ബാസ്കറ്റ്ബോളിന്റെ ബാസ്കറ്റ്ബോളാണ്. യൂണിവേഴ്സിറ്റി സ്റ്റേറ്റിന് വേണ്ടിയിട്ട് നാഷണൽ ലെവലിൽ കളിച്ചിരിക്കുന്ന ആളാണ്. അതിന്റെ ഇളയാള് ബിനു. ബിനു എവിടെ താമസിക്കുന്നത്? അങ്കമാലിയിലാണ് താമസിക്കുന്നത്. റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നു. ഏത് ഡിപ്പാർട്ട്മെന്റിൽ? റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഹസ്ബൻഡ് രാജു. അവർക്കൊരു മോളാണുള്ളത്. ഒരു മോളാണ് ഉള്ളത്. അന്ന എന്നൊരു മോളാണ്. ഹസ്ബൻഡിന്റെ വീട്ടുപേര് കറുകശ്ശേരി എന്നാണ് ഹസ്ബൻഡിന്റെ വീട്ടുപേര്. ഈ സഹോദരിമാരും ബാസ്കറ്റ്ബോൾ പ്ലേയേഴ്സ് ആയിരുന്നു. ഒരാൾ ബാസ്കറ്റ്ബോൾ പ്ലെയർ ആണ്. ഇപ്പൊ പറഞ്ഞ ബിനു എന്ന ആള് അത് ഇന്ത്യൻ പ്ലെയർ ആണ്. അതായത് ഇന്റർനാഷണൽ ലെവലിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പോയി കളിച്ചിരിക്കുന്ന ആളാണ് ബിനു. ബിനുവിന്റെ ആ ഇന്ത്യൻ പ്ലെയർ ടീമിൽ അറിയപ്പെടുന്ന പേര് എങ്ങനെയായിരുന്നു? ബിനു ചെറിയാൻ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ബിനുവിന്റെ ഇളയത് പുഷ്പ. ബിഎഡ് കഴിഞ്ഞു. രാജേഷ് ആണ് ഹസ്ബൻഡിന്റെ പേര്. വീട്ടുപേര് ഇട്ടിയപ്പാറ. ഇങ്ങാപ്പുഴ എന്ന സ്ഥലത്താണ് വിവാഹം ചെയ്തിരിക്കുന്നത്. അവർക്ക് എത്ര മക്കളുണ്ട്? 2 പേര്. ഒരാണും ഒരു പെണ്ണും. അവരുടെ പേര്? മൂത്തയാള് റോസ്മേരി. രണ്ടാമത്തെ ആള് ആശിഷു. അങ്ങനെ 2 മക്കളാണ് അവർക്കുള്ളത്. അതിന്റെ താഴെയുള്ളത് ജിൻഡോ. എവിടെയാ താമസിക്കുന്നത്? ജിൻഡോ ഇപ്പൊ യുകെയിലാണ്. ജിൻഡോയും ഫാമിലിയും യുകെയിലാണ്. ഫാമിലി ആയിട്ട് UK സെറ്റിൽഡാണ്. ഭാര്യയുടെ പേര് പ്രിയ. പ്രിയയുടെ വീട് പുന്നക്കൽ എന്ന സ്ഥലത്താണ്. തിരുവാമ്പാടി പുന്നക്കൽ എന്ന സ്ഥലത്താണ്. വീട്ടുപേര് കൊച്ചുകടുപ്പൽ. അവർക്ക് 2 പിള്ളേര്. അവർക്ക് 2 കുട്ടികളാണുള്ളത്. മൂത്തയാള് ഡോണലും രണ്ടാമത്തെ ഡെൽന. അങ്ങനെ 2 കുട്ടികളാണ് അവർക്കുള്ളത്. ജിൻഡോ ബാസ്കറ്റ്ബോൾ ജിൻഡോ നാഷണൽ പ്ലെയറാണ്. അതിന്റെ ഇളയത് ജോമറ്റും വൈഫും. അവരുടെ ഫാമിലി ഓസ്ട്രിയ എന്ന രാജ്യത്താണ് അവര് സെറ്റിൽഡ് ആയിരിക്കുന്നത്. ജോമറ്റിന്റെ വൈഫിന്റെ പേര് ജെൻസിയുടെ വീട് ഇവിടെ കൂടരഞ്ഞിയിലാണ്. വീട്ടുപേര് ആലിങ്കൽ എന്നാണ് വീട്ടുപേര്. അവർക്ക് എത്ര മക്കളുണ്ട്? 3 പേര്. അവരുടെ പേര്? മൂത്തയാള് മരിയ, രണ്ടാമത്തെ ആള് സാവിയോ, മൂന്നാമത്തെ ആള് ജോണി. അങ്ങനെ 3 മക്കളാണ് അവർക്കുള്ളത്. അദ്ദേഹം ബാസ്കറ്റ്ബോളിന്റെ സ്റ്റേറ്റ് ലെവലില് അദ്ദേഹം കളിച്ചിട്ടുണ്ട്. സ്കൂൾസ് കളിച്ചിട്ടുണ്ട്. അതിന് താഴെയുള്ളത് എന്റെ ഞാന ബോബി തന്നെയാണ്. ബോബിയും ബാസ്കറ്റ്ബോളിന്റെ എല്ലാവരും ബാസ്കറ്റ്ബോൾ പ്ലെയറാണ്. സ്റ്റേറ്റ് ലെവലിലുള്ള പ്ലെയറാണ് ബോബി. രാജന്റെ അപ്പന്റെ ഒക്കെ സഹോദരങ്ങൾ അവരെത്ര മക്കളായിരുന്നു? 9 മക്കള്. 9 മക്കളായിരുന്നു. എത്ര ആണുങ്ങൾ എത്ര പെണ്ണുങ്ങളുണ്ട്? 6 ആണും 3 പെണ്ണും. അതിനകത്ത് മൂത്തതാരാ? മൈക്കിൾ. അവരെവിടെയാ താമസിച്ചിരുന്നത്? മനക്കക്കണ്ട. കുറുമണി അടുത്ത മനക്കക്കണ്ട എന്ന സ്ഥലത്താണ് അവര് താമസിച്ചിരുന്നത്. രണ്ടാമത്തെ ആള് ചാക്കോ എവിടെയാ താമസിച്ചിരുന്നത്? കുറുമണ്ട മനക്കക്കണ്ട എന്ന സ്ഥലത്ത്. മനക്കക്കണ്ടത്തിനടുത്താണ് അവര് താമസിച്ചിരുന്നത്. മൂന്നാമത്തെ ആള് ദേവസ്യ എവിടെ താമസിച്ചിരുന്നത്? കയ്യൂര് ആണ് അദ്ദേഹം താമസിച്ചിരുന്നത്. ദേവസ്യയുടെ ഇളയത് ചെറിയാൻ. അവരെവിടെയാ താമസിച്ചിരുന്നത്? അവര് കുറുമണ്ണ തന്നെയാണ് അവര് താമസിച്ചിരുന്നത്. അതിന്റെ ഇളയത് ജോസഫ് എവിടെയാ താമസിച്ചിരുന്നത്? മേലുകാവിലാണ് താമസിച്ചിരുന്നത്. അതാണ് നിങ്ങളുടെ അപ്പൻ. അതെ. നിങ്ങളുടെ അപ്പന്റെ ഇളയതാരാണ്? മത്തായി. അവരെവിടെയാ താമസിച്ചിരുന്നത്? അവര് മേലുകാവിലാണ് അവര് താമസിച്ചിരുന്നത്. 3 സഹോദരിമാരാണല്ലോ ഉണ്ടായിരുന്നത്. അതിലെ മൂത്തതാരാ? ഏലി കിഴക്കേപ്പറമ്പില് കെട്ടിച്ചിരിക്കുന്ന ആള്. അതിന്റെ താഴെ അന്ന കൊട്ടാരംകുന്നേലാണ് അതിന്റെ താഴെയുള്ളത്. അതിന്റെ ഇളയത് ത്രസ്യ.
തെരേസ്യ കരിമ്പിൽ. അങ്ങനെ 3 സഹോദരിമാരുമാണ് അതെ. പിതാവിന് ഉണ്ടായിരുന്നത്. ഉണ്ടായിരുന്നു. ഇതാണ് പിതാവിന്റെ ഉള്ള ഫാമിലി ഡീറ്റെയിൽസ്. ചാച്ചന് പള്ളിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായിരുന്നോ? പള്ളിയില് കൈക്കാരനായിരുന്നു. 3 പ്രാവശ്യം കൈക്കാരനായിട്ടുണ്ട്. 3 വർഷക്കാലത്തോളം കൈക്കാരനായിരുന്നു. പള്ളി കമ്മിറ്റിയിലൊക്കെ ഉണ്ടായിരുന്നു. പള്ളി കമ്മിറ്റി ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. പിന്നെ സംഘടനാ പ്രവർത്തനങ്ങൾ വിൻസെന്റ് പോളിന്റെ പ്രസിഡന്റ് ആയിരുന്നു. നിങ്ങളുടെ ഇടവക എവിടെയാണ്? കൂടരഞ്ഞിയാണ്. കൂടരഞ്ഞിയിൽ ഇപ്പം വളരെ വലിയ ഒരു പള്ളിയൊക്കെ പണിതിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള ഒരു പള്ളി. നിങ്ങളൊക്കെ ആ ഇടവകക്കാരാണ് അല്ലേ? ആ ഇടവകയുമായിട്ട് വളരെയധികം സജീവമായിട്ട് പ്രവർത്തിക്കുകയും കൈക്കാരനാവുകയും പാരിഷ് കൗൺസിൽ മെമ്പർ ആവുകയും വിൻസെന്റ് പോളിന്റെ പ്രസിഡന്റ് ഒക്കെ ആയിരുന്ന ആളാണ്. അപ്പൊ നിങ്ങളുടെ കുടുംബത്തിന്റെ വിവരങ്ങളെല്ലാം അതിന് വളരെ സന്തോഷമുണ്ട്. നന്ദി, നമസ്കാരം.